നമുക്കറിയാം, ഒരു കുട്ടിയെക്കുറിച്ച് ആരെങ്കിലും രക്ഷിതാവിനോട് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടി ഇന്നൊരു ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ രക്ഷിതാവ് ആദ്യം അത് വിശ്വസിക്കില്ല. എൻ്റെ കുട്ടി അങ്ങനെ പോയില്ല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും, ഒരുപക്ഷെ പിന്നീട് അതിൻ്റെ പേരിൽ വഴക്ക് പോലും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉള്ളിലൊരു ആശങ്ക, എൻ്റെ കുട്ടി ഇങ്ങനെയാണെങ്കിലോ എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളിൽ ഇത്തരം ലക്ഷണങ്ങളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടി അങ്ങനെ പോയിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു ശരിയാണോ, വാസ്തവമാണോ, എങ്ങനെ ഈ മാതാപിതാക്കൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റും? ആദ്യം നമ്മൾ ഗുണകാംക്ഷികളെ വിശ്വസിക്കേണ്ടതുണ്ട്. കുറേയൊക്കെ പുതിയ കാലഘട്ടമാണ് എങ്കിലും കുറേയൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. രണ്ടാമത് ലക്ഷണങ്ങൾ നോക്കുകയാണ് വേണ്ടത്. ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ മുമ്പത്തെ മദ്യപാനത്തിൻ്റെ പല ലക്ഷണങ്ങളും ഇന്നില്ല. ഇന്ന് പുതിയ പുതിയ ലഹരി വസ്തുക്കളാണുള്ളത്, അതുകൊണ്ട് തന്നെ പുതിയ ലക്ഷണങ്ങളുമാണുള്ളത്. പണ്ടൊക്കെ ഒരാൾ കള്ളുടിച്ച് വരുമ്പോൾ അങ്ങനെ ആടിയിട്ട് വരുമായിരുന്നു, ഇന്ന് ആട്ടല്ലല്ലോ. അതേമാതിരി വാസന നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അതുകൊണ്ട് പഴയ ലക്ഷണങ്ങളൊന്നും കിട്ടില്ല. പുതിയ ലക്ഷണങ്ങൾ അത് ഓരോന്നിനും ഓരോന്നാണ്. കോമൺ ആയിട്ട് നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, കുട്ടികളുടെ പാൻസിൻ്റെ പോക്കറ്റിന് സ്മെല്ല് വ്യത്യാസം ഉണ്ടാവും. ഇതാണ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പം അലക്കാൻ വേണ്ടി അഴിച്ചിടുന്ന സമയത്ത് പാൻസിൻ്റെ പോക്കറ്റ് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ വിയർപ്പിൻ്റെതല്ലാത്ത ഒരു സ്മെല്ല് കിട്ടും. അത് സംശയമാണ് ഈ പറഞ്ഞതൊക്കെ, ഉറപ്പല്ല. അപ്പോൾ നേരിയ സംശയം ഉണ്ടാവാം. നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് കുട്ടി പോകും. കുട്ടി എന്ന് പറഞ്ഞത് കുട്ടീനെ മാത്രം ഉദ്ദേശിച്ചല്ല, ആരാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആൾ നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോകും. അതായത് നന്നായി ഭക്ഷണം കഴിക്കുന്ന ആൾ തീരെ ഭക്ഷണം കഴിക്കാത്ത ആളാവും. തീരെ ഭക്ഷണം കഴിക്കാത്ത ആൾ ഭക്ഷണം കഴിക്കുക തന്നെ ജോലിയാകും. ഉറക്കം കുറവുള്ള ആൾ ഉറക്കം കൂടുതലാവും. ഉറക്കം കൂടുതലുള്ള ആൾ ഉറക്കം കുറഞ്ഞു വരും. തീരെ സംസാരിക്കാത്ത ആൾ വാചാലമായി സംസാരിച്ചു തുടങ്ങും. നന്നായി സംസാരിച്ചിരുന്ന ആൾ മൗനമാവും. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് എണ്ണി പറയാൻ വേണ്ടി പറ്റും. ഈ ശരീരം മെല്ലിച്ച് വരിക, ഒറ്റയ്ക്കിരുന്ന് ദൂരേക്ക് നോക്കുന്ന സ്വഭാവം ഉണ്ടാകുക, വീട്ടിലായിരിക്കുമ്പോൾ വാതിൽ കുറ്റിയിട്ട് റൂമിൽ ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുക, പിന്നെ രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരി കത്തിച്ചതിൻ്റെ വാസന വരുന്നത് പോലെ തോന്നുക, വീട്ടിൽ ചെറിയ ചെറിയ കളവുകൾ നടക്കുക, ഉറങ്ങിയിരുന്ന റൂം രാവിലെ വൃത്തിയാക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പർ കത്തിച്ചതുപോലെയുള്ള അടയാളങ്ങൾ കാണുക, റൂമിൽ നിന്ന് മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത ചെറിയ ബോക്സുകൾ, ചെറിയ പെട്ടികൾ ലഭിക്കുക, ഇങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെടുക, ആവശ്യമില്ലാത്തതും എല്ലാവർക്കും അറിയുന്നതുമായ ചില വസ്തുക്കളുടെ പേരുകൾ ഫോണിലോ മറ്റോ ആവർത്തിച്ച് പറയുന്നതായി ശ്രദ്ധയിൽപ്പെടുക. ഇങ്ങനെയൊക്കെയുള്ള അടയാളങ്ങൾ നോക്കലാണ് വേണ്ടത്. 3 അടയാളമൊക്കെ കാണുകയാണെങ്കിൽ ഉറപ്പിക്കാൻ പറ്റും.